പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പം എന്നുള്ളതാണ്. സനാതനധർമ്മത്തിലെ തത്വമനുസരിച്ച് ഈശ്വരൻ എന്നത് ഏതോ ഒരു ലോകത്ത് സർവാഭരണ വിഭൂഷിതനായി സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വ സങ്കല്പമല്ല, മറിച്ച് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് അഥവാ ഊർജമാണ്. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ഈ ഊർജഭാവത്തെ പരാശക്തി അഥവാ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. അതേ ചൈതന്യം അഥവാ ഊർജം സൂക്ഷ്മരൂപത്തിൽ ജീവജാലങ്ങളിൽ കുടികൊള്ളുമ്പോൾ അതിനെ ജീവാത്മാവ് എന്ന് വിളിക്കുന്നു. അചരങ്ങളായ വസ്തുക്കളിലും അണുരൂപിയായ ഈ ചൈതന്യം വർത്തിക്കുന്നുണ്ട്. സമുദ്രത്തിലെ ജലം ഒരു പാത്രത്തിൽ കോരിയെടുത്താൽ പാത്രത്തിലെ ജലത്തിന് സമുദ്രജലത്തിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും ഉണ്ടാകും. അതായത് സമുദ്രജലവും പാത്രത്തിലെ ജലവും ഒന്ന് തന്നെ എന്നർത്ഥം. അതുപോലെ പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ്. ഈശ്വരൻ്റെ സമഷ്ടിഭാവത്തെ, അതായത് പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്ന ആ ഭാവത്തെ, ഇംഗ്ലീഷിൽ മാക്രോകോസം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ആ സമഷ്ടിഭാവത്തെ പരമാത്മാവ് എന്നും വ്യഷ്ടിഭാവത്തെ, അതായത് സൂക്ഷ്മഭാവത്തെ, അതായത് ഓരോ ജീവിയുടെ ഉള്ളിലും വസിക്കുന്ന ആ ഭാവത്തെ അഥവാ മൈക്രോകോസം എന്ന് പറയാം. അങ്ങനെയുള്ള ആ വ്യഷ്ടിഭാവത്തെ ജീവാത്മാവ് എന്നും പറയുന്നു. രണ്ടും ഒന്ന് തന്നെ. ഇതേ തത്വമാണ് വിവിധ വേദങ്ങളിൽ പ്രഖ്യാപിക്കുന്നത്. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. ഈശ്വരനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ബ്രഹ്മം, നമുക്കറിയാമല്ലോ. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. തത്വമസി, അത് നീയാകുന്നു. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. ഈ വേദ വാക്യങ്ങളെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഈശ്വരൻ്റെ പ്രതിബിംബങ്ങളാകുന്നു. ഞാനും നിങ്ങളും എല്ലാം ഈശ്വരൻ തന്നെയാകുന്നു. ഈശ്വരനെ അന്വേഷിച്ച് എങ്ങും പോകേണ്ടതില്ല, സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ആത്മചൈതന്യമായി, ജീവചൈതന്യമായി നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരൻ വസിക്കുന്നു. ആ ഈശ്വരനെ കണ്ടെത്തുവാനുള്ള അഥവാ സാക്ഷാത്കരിക്കുവാനുള്ള പഠനമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഉപാധികളാണ് വിവിധ ദേവതാസങ്കല്പങ്ങൾ, ക്ഷേത്രസങ്കേതങ്ങൾ തുടങ്ങിയവ. ഈശ്വരനെ അഥവാ പരമാത്മാവിനെ സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായാണ് സങ്കല്പിക്കുന്നത്. സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഓരോ ജീവാത്മാവിനും ആ അവസ്ഥയെ പ്രാപിക്കാം, ഈശ്വരൻ്റെ അവസ്ഥയെ പ്രാപിക്കാം. അതിനാണ് സാക്ഷാത്കാരം അഥവാ മോക്ഷം അഥവാ മുക്തി എന്നൊക്കെ പറയുന്നത്. ധർമ്മസംരക്ഷണത്തിനായി കാലാകാലങ്ങളിൽ ആത്മീയ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഋഷിമാരും യോഗികളും എല്ലാം നമുക്കിടയിൽ ഉണ്ടായി വരും. ചില സന്ദർഭങ്ങളിൽ പരമാത്മ ചൈതന്യം അതിൻ്റെ പൂർണ്ണ പ്രഭാവത്തോടെ നമ്മുടെ ഇടയിൽ അവതരിക്കും. അവരെയാണ് നമ്മൾ അവതാര പുരുഷന്മാർ എന്ന് പറയുന്നത്. ഈ ദേവതാസങ്കല്പങ്ങളും ഗുരുക്കന്മാരും അവതാരങ്ങളും എല്ലാം നമുക്ക് ആരാധ്യരാണ്. അവരെല്ലാം ഈശ്വര തുല്യരാണ്. അഥവാ നമ്മെ സംബന്ധിച്ച് ഇവരെല്ലാം ഈശ്വരൻ തന്നെയാണ്. ഈ ദേവതാസങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ തൻ്റെ ഓരോരോ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഈശ്വരൻ ഓരോരോ ദേവതാരൂപങ്ങൾ കൽപ്പിച്ചു. ഉദാഹരണത്തിന് വിഘ്നങ്ങളകറ്റുവാൻ ഗണപതി എന്ന ദേവതാസങ്കല്പത്തെ ആശ്രയിച്ചു. വിദ്യാദേവതയായി സരസ്വതി എന്ന രൂപത്തെ സങ്കല്പിച്ചു. സമ്പത്ത് നേടാൻ പ്രാർത്ഥിക്കുന്നവർ ലക്ഷ്മി ദേവി എന്ന ദേവതാസങ്കല്പത്തെ ആരാധിച്ചു. ശത്രുദോഷമില്ലാതാക്കാൻ ഭദ്രകാളി രൂപത്തെ ആരാധിച്ചു. അവയ്ക്കെല്ലാം ഭാവനയിൽ രൂപങ്ങൾ കൽപ്പിച്ചു. പ്രകൃതി ശക്തികളായ പഞ്ചഭൂതങ്ങളെ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി
ഇവയാണ് പഞ്ചഭൂതങ്ങൾ. ഇവയെ എല്ലാം ദേവതകളായി സങ്കല്പിച്ച് ആരാധിച്ചു. പ്രപഞ്ചഗോളങ്ങളായ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയെല്ലാം ദേവരൂപങ്ങളായി കണ്ട് ആരാധിച്ചു. അതുപോലെ വിവിധ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളായ മുരുകനെയും ശാസ്താവിനെയും ഗരുഡനെയും നന്ദിയെയും ഇന്ദ്രനെയും വരുണനെയും എല്ലാം ദേവതകളായി സങ്കല്പിച്ച് അവർക്കെല്ലാം ക്ഷേത്രങ്ങൾ പണിത് അവിടെ പ്രതിഷ്ഠകൾ നടത്തി ആരാധിച്ചു പോന്നു. സർപ്പങ്ങളെപ്പോലും ഈശ്വരനായി കണ്ട് ആരാധിക്കുന്നു. ഹിന്ദുവിനെ സംബന്ധിച്ച് ഇവയെല്ലാം ഈശ്വര രൂപങ്ങളാണ്. ഒരേ ഒരു പരമാത്മ ചൈതന്യത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ്, പ്രതിബിംബങ്ങളാണ് പ്രകൃതിയും അതിലുള്ള സകല ചരാചരങ്ങളും. ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ് ഇവയെല്ലാം. അതിനാൽ അവയിലെല്ലാം ഈശ്വരനെ ദർശിക്കുവാനും അവയെ ആരാധിക്കുവാനും ഹിന്ദുവിന് കഴിയും. അതിനാലാണ് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത്. ഇനി ത്രിമൂർത്തി സങ്കല്പം നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഏതൊരു കാര്യത്തിനും തുടക്കവും നിലനിൽപ്പും ഒടുക്കവുമുണ്ട്. പ്രപഞ്ച സൃഷ്ടിയെ ബ്രഹ്മാവും സ്ഥിതിയെ വിഷ്ണുവും സംഹാരത്തെ ശിവനും പ്രതിനിധാനം ചെയ്യുന്നു. ഇവരെയാണ് ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നത്. ഏതൊരു സൃഷ്ടിപരമായ പ്രവൃത്തിയും ആരംഭിക്കുന്നതിന് ആഗ്രഹവും കർമ്മ ഉത്സുകതയും ജ്ഞാനവും ആവശ്യമാണ്. അതിനാൽ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി സ്വരൂപിണിയായ സരസ്വതീ ദേവിയെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് പത്നിയായി സങ്കല്പിക്കുന്നു. സൃഷ്ടിയെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന് സമ്പത്ത് ആവശ്യമുള്ളതുകൊണ്ട് സ്ഥിതികാരകനായ വിഷ്ണുവിന് ധനദേവതയായ ലക്ഷ്മി ദേവിയാണ് പത്നി. സംഹാരകാരകനായ ശിവന് പരാശക്തിയായ ശ്രീപാർവതിയാണ് പത്നി. മഹേശ്വരനെ അഥവാ ശിവനെ കൈലാസത്തിൽ ആനത്തോൽ വസ്ത്രമായി ധരിച്ച് ത്രിശൂലവും ഡമരവും കൈകളിലേന്തി കഴുത്തിൽ നാഗങ്ങളെ ആഭരണമാക്കി നന്ദി എന്ന കാളക്കൂറ്റിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കുന്ന ദേവനായി സങ്കല്പിക്കുന്നു. മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ പാൽക്കടലിൽ ശേഷനെന്ന നാഗത്തെ തൽപ്പമാക്കി 4 കൈകളോടുകൂടി ഓരോ കൈയിലും ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച ദേവനായി സങ്കല്പിക്കുന്നു. ബ്രഹ്മാവിനെ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും വളർന്നു നിൽക്കുന്ന താമരപ്പൂവിൽ ഇരിക്കുന്ന പഞ്ചമുഖനായ ദേവനായും സങ്കല്പിക്കുന്നു. ഇവർ മൂവരും ഓരോരോ ഈശ്വരന്മാരാണ് എന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര സങ്കല്പം ഈശ്വരൻ്റെ ഒരേ ഒരു ഈശ്വരൻ്റെ പരമാത്മാവിൻ്റെ 3 ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പരമാത്മാവ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായി സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ആ ഭാവത്തെ ബ്രഹ്മാവ് എന്ന് സങ്കല്പിക്കുന്നു. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളിലും കുടികൊണ്ടുകൊണ്ട് അവയെ നിലനിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഭാവത്തെ വിഷ്ണു എന്ന് സങ്കല്പിക്കുന്നു. കാലസ്വരൂപനായ പരമാത്മാവ് ഈ സൃഷ്ടിജാലങ്ങളെ സംഹരിച്ച് അഥവാ പരിണമിപ്പിച്ച് തന്നിൽ തന്നെ ലയിപ്പിക്കുകയും വീണ്ടും പുനർസൃഷ്ടിക്കാനുള്ള കളമൊരുക്കുകയും ചെയ്യുമ്പോൾ ആ ഭാവത്തെ ശിവനായി അഥവാ മഹേശ്വരനായി സങ്കല്പിക്കുന്നു. മൂവരും ഒരേ ചൈതന്യത്തിൻ്റെ 3 ഭാവങ്ങൾ മാത്രം. പരമാത്മചൈതന്യം ഒന്നേ ഒന്ന് മാത്രം. ഒരേ വ്യക്തി മാതാപിതാക്കളുടെ മുന്നിൽ മകനെന്നും ഭാര്യയുടെ മുന്നിൽ ഭർത്താവെന്നും മക്കളുടെ മുന്നിൽ അച്ഛനെന്നും വിളിക്കപ്പെടുന്നത് പോലെ ലളിതമാണിത്. ഒരാളാണെങ്കിലും പലരും പലതരത്തിൽ വിളിക്കുന്നു. വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നത് ഒരേ ഒരാൾ തന്നെ എന്ന് മനസ്സിലാക്കുക. ആത്മീയ ആചാര്യന്മാർ, ഗുരുക്കന്മാർ ഇവരൊക്കെ ആരാണെന്ന് നോക്കാം. ലോകത്തിൽ ധാർമ്മികതയ്ക്ക് ലോഭം സംഭവിക്കാതിരിക്കാൻ കാലാകാലങ്ങളിൽ ധർമ്മപോഷണത്തിനായി മനുഷ്യകുലത്തെ ധർമ്മത്തിൻ്റെ പാതയിൽ നയിക്കുവാനായി അനേകം ആത്മീയ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഈശ്വരേച്ഛയാൽ ജന്മമെടുത്തുകൊണ്ടേയിരിക്കും. ഈശ്വര നിയോഗത്താൽ ജനിക്കുന്നവരാണ് അവർ. അതിനാൽ അവരെ അംശാവതാരങ്ങൾ എന്നും പറയാം. അവരുടെ ഉത്ബോധനങ്ങളാലും
പ്രവൃത്തികളാലും മനുഷ്യൻ ധാർമ്മിക പാതയിൽ നിന്നും അധികം വ്യതിചലിക്കാതെ ഇരിക്കും. ധർമ്മം പരിപോഷിപ്പിക്കപ്പെടും. ശ്രീനാരായണ ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ, മുഹമ്മദ് നബി, രമണ മഹർഷി, ചട്ടമ്പിസ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, മാതാ അമൃതാനന്ദമയി ദേവി, ശ്രീ ശ്രീ രവിശങ്കർ തുടങ്ങിയ അനേകം ആത്മീയ ഗുരുക്കന്മാരും ആചാര്യന്മാരും അപ്രകാരം ഈ നാട്ടിൽ പിറവിയെടുത്തവരാണ്. അവരെല്ലാം നമുക്ക് ഈശ്വര തുല്യരാണ്, ആരാധ്യരാണ്. ആചാര്യ ദേവോഭവ എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. അവരെല്ലാം നമ്മൾ ഈശ്വരനായി കണ്ട് തന്നെ ആരാധിക്കും. ഇനി എന്താണ് അവതാരങ്ങൾ? ലോകത്തിൽ ധർമ്മത്തിന് വളരെയധികം ഇടിവും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്ന അവസരങ്ങളിൽ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഈശ്വരൻ അഥവാ പരമാത്മാവ് സ്വയം ശരീരം സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ ജന്മമെടുക്കും. അതിനാണ് അവതാരങ്ങൾ എന്ന് പറയുന്നത്. അവതരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മുകളിൽ നിന്നും ഇറങ്ങി വരിക എന്നാണ്. അവതാരങ്ങൾ പലവിധമുണ്ട്. ചിലത് ഹ്രസ്വ അവതാരങ്ങളായിരിക്കും, അതായത് ചില പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി മാത്രമായി എടുക്കുന്ന അവതാരങ്ങൾ. അത്തരം ദൗത്യങ്ങൾ പൂർത്തിയാക്കി ആ അവതാരങ്ങൾ ഉടനെ അപ്രത്യക്ഷമാകുന്നു. ഉദാഹരണം വാമനാവതാരം. ബലിചക്രവർത്തിയുടെ അഹങ്കാരം ശമിപ്പിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് സുതലത്തിലേക്ക് അയച്ച് വാമനാവതാരം അപ്രത്യക്ഷമാകുന്നു. ആ ഒരു ദൗത്യത്തിന് വേണ്ടി മാത്രം വന്നതാണത്. നരസിംഹാവതാരം. ഹിരണ്യകശിപു എന്ന അസുരനെ നിഗ്രഹിച്ച് ലോകത്ത് ശാന്തിയും സമാധാനവും ധർമ്മവും പുനഃസ്ഥാപിക്കുവാനാണ് നരസിംഹമായി അവതരിച്ചത്. ആ ദൗത്യം നിർവഹിച്ച് നരസിംഹവും അപ്രത്യക്ഷമായി. ദുർഗാദേവി. മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിനായി പരാശക്തി ദേവീരൂപത്തിൽ എടുത്ത അവതാരമാണ് ദുർഗ. ആ ദൗത്യം പൂർത്തിയാക്കി ദേവിയും അപ്രത്യക്ഷമായി. ഈ രൂപങ്ങൾ ഭൗതികമായി അപ്രത്യക്ഷമായാലും അവയുടെ സൂക്ഷ്മഭാവങ്ങൾ എക്കാലവും ഇവിടെ നിലനിൽക്കും. പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ സരസ്വതി, ലക്ഷ്മി, ദുർഗ, ഭദ്രകാളി ഇവയെല്ലാം ഭക്തിപൂർവം ആരാധിക്കപ്പെടുന്ന ദേവതാരൂപങ്ങളാണ്. ഇനി പൂർണ്ണാവതാരങ്ങൾ എന്താണെന്ന് നോക്കാം. ചില സന്ദർഭങ്ങളിൽ ലോകത്ത് വ്യാപകമായി ധാർമ്മിക ച്യുതി സംഭവിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ആത്മീയ ആചാര്യന്മാരെ കൊണ്ടോ ഗുരുക്കന്മാരെ കൊണ്ടോ ധർമ്മ പുനഃസ്ഥാപനം അസാധ്യമാകുന്ന സാഹചര്യത്തിൽ ഈശ്വരൻ അഥവാ പരമാത്മാവ് സ്വയം പൂർണ്ണഭാവത്തിൽ മനുഷ്യരൂപത്തിൽ അവതാരമെടുത്ത് ഒരു മനുഷ്യായുസ് മുഴുവനും മനുഷ്യരോടൊപ്പം കഴിഞ്ഞ് ധർമ്മ സംസ്ഥാപനം നടത്തുന്നു. അതായത് സാധാരണ പോലീസുകാരെ കൊണ്ട് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ പോലീസ് മേധാവി തന്നെ രംഗത്ത് വരുന്നത് പോലെ ആണിത്. അപ്രകാരമുള്ള പൂർണ്ണ അവതാരങ്ങളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, ആദിശങ്കരാചാര്യർ, യേശുദേവൻ, ശ്രീ ഷിർദി സായിബാബ, ശ്രീ സത്യസായിബാബ തുടങ്ങിയ അവതാര പുരുഷന്മാർ. അവർ ഒരു മനുഷ്യായുസ് മുഴുവനും മനുഷ്യരുടെ ഇടയിൽ മനുഷ്യാകാരമെടുത്ത് ധർമ്മ സംസ്ഥാപനത്തിനായി പ്രവർത്തിച്ചിട്ടാണ് ആ ഭൗതിക ശരീരം വെടിയുന്നത്. അതുകൊണ്ടാണ് അവരെ പൂർണ്ണാവതാരങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പൂർണ്ണാവതാരങ്ങളും ഹ്രസ്വാവതാരങ്ങളും അംശാവതാരങ്ങളും ഗുരുക്കന്മാരും ആത്മീയ ആചാര്യന്മാരും ഇനിയും കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈശ്വരൻ്റെ പദ്ധതിയുടെ ഭാഗമാണത്. ഈ മഹാത്മാക്കളെല്ലാം ഹിന്ദുവിനെ സംബന്ധിച്ച് ഈശ്വര തുല്യരാണ്, അഥവാ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ആരാധിക്കുകയും ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പൂജിക്കുകയും എല്ലാം ചെയ്യും. അത് ബഹുദൈവ വിശ്വാസമല്ല. ഈശ്വരനെ നിരാകാര ഭാവത്തിലും സാകാര ഭാവത്തിലും ആരാധിക്കുന്നവനാണ് ഹിന്ദു. എല്ലാറ്റിലും കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം ഒന്നേ ഒന്ന് മാത്രം. വിവിധ രൂപങ്ങൾ, ഭാവങ്ങൾ, നാമങ്ങൾ, ആത്യന്തികമായി എല്ലാം ഒന്ന് തന്നെ. ഈശാവാസ്യം ഇതം സർവം. ഈ പ്രപഞ്ചത്തിലെ സകലത്തിലും ഈശ്വരൻ വസിക്കുന്നു. അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രമാണവും സനാതനധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പവും. മറ്റൊരു വിഷയമായി വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.